പൊന്നാനി ടോർക്ക് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ടാലന്റ് എക്സാം സംഘടിപ്പിച്ചു. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. പൊന്നാനി ടോർക്ക് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ടാലന്റ് എക്സാം പൊന്നാനി ISS ഹൈസ്കൂളിൽ നടന്നു. പ്രമുഖ സൈക്കോളജിസ്റ്റ് ഡോക്ടർ പി സുരേഷ് കുമാർ കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി. ചടങ്ങിൽ ഡയറക്ടർമാരായ ടി ഷിഹാബ്, VM ഷർഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇത് ഞാൻ വണ്ടി എടുത്ത് മുന്നോട്ട് പോകുന്നെങ്കിൽ അവിടുന്ന് ഈ സ്കൂളില് മുറ്റത്ത് വണ്ടി നിർത്തുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ്. എന്നാൽ ഇന്ന് രാവിലെ വണ്ടി എടുത്ത് ഞാൻ വളരെ ഹാപ്പി. ഞാൻ എല്ലാ ദിവസവും ഭയങ്കര ഹാപ്പി. എനിക്ക് 56 വയസ്സ് കഴിഞ്ഞു വളരെ ഹാപ്പി. എല്ലാ ദിവസവും ഹാപ്പി, എപ്പോഴും ഹാപ്പി. എന്തു സംഭവിച്ചാലും സന്തോഷമാണ്, വളരെ വളരെ സന്തോഷം. കാരണം അതെന്താന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ആ സന്തോഷത്തിന്റെ ഘടകം. ഓക്കെ. പക്ഷെ ഈ ആംബുലൻസ് പോയതോടുകൂടി ഞാൻ അസ്വസ്ഥന. ഇപ്പോഴും എനിക്ക് അസ്വസ്ഥത പോയിട്ടില്ല. കാരണം എന്തെന്നറിയാമോ? ആ ആംബുലൻസിൽ കിടക്കുന്നത് ആരോ എനിക്കറിയില്ല. ഒന്നുകിൽ ആ അമ്മയുടെ മകനാവാം, ആ പിറകിലിരുന്ന സ്ത്രീയുടെ ഭർത്താവാകാം, അല്ലെങ്കിൽ ഇവരെ ആരുടെയോ കൊച്ചുമകനോ കൊച്ചുമകളോ ആവാം, അല്ലെങ്കിൽ ആ അമ്മയുടെ ഭർത്താവാകാം, മകനാവാം, മകളാവാം, മരുമകളാവാം, മരുമകനാവാം, എനിക്കറിയില്ല. പക്ഷെ ആരോ അതിനകത്ത് കിടക്കുന്നു. ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ 10 മണി കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ആ വീട്ടിൽ ഇപ്പോൾ ഒരു അലമുറയിട്ട കരച്ചിലുണ്ടോ? എനിക്കറിയില്ല. ആ ശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞോ? എനിക്കറിയില്ല. ആ വ്യക്തി ICUവിലായോ? എനിക്കറിയില്ല. വെന്റിലേറ്ററിൽ പോയോ? എനിക്കറിയില്ല. തലയോ മറ്റേതെങ്കിലും ഭാഗമോ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ? എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതാണ് മനുഷ്യന്റെ ജീവിതം. ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നതാണ് ജീവിതം. നമ്മളൊക്കെ വലിയ പ്രസംഗിക്കും, നമുക്കൊക്കെ വലിയ അറിവുകൾ, നമ്മുടെ കയ്യിലില്ലാത്ത സാധനമില്ല. പക്ഷെ മരണം വന്ന് വിളിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആണോ അല്ലയോ? യു ഗെറ്റിംഗ് മീ? ഇനി ഒന്നുകൂടി പറയും. ആ വീട്ടിൽ നിന്നൊരു മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ, അതൊരു അച്ഛനാണെങ്കിൽ ഇന്ന് സംഭവിക്കുക, ആ അച്ഛന്റെ മക്കൾക്ക് ഇന്ന് അച്ഛനെ നഷ്ടപ്പെടുന്നു. അതൊരു ഭർത്താവാണെങ്കിൽ ഒരു പാവം സ്ത്രീക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുന്നു. കുട്ടികൾക്ക് അച്ഛനില്ലാണ്ടാകുന്നു, ഒരമ്മയ്ക്ക് മകനില്ലാണ്ടാകുന്നു, ഒരച്ഛൻ മകനില്ലാണ്ടാകുന്നു. Am I right? ഇനി ഒരിക്കൽ പോലും ഈ സുന്ദരമായ ലോകം കാണാൻ അവർ തിരിച്ചു വരില്ല. മറ്റു വിശ്വാസങ്ങളൊന്നും നമ്മളിപ്പോ കണക്കിലെടുക്കണ്ട. പരലോകം ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, അതൊന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ ഭൂമിയിലെ ജീവിതമാണ്. മറ്റൊരു വിശ്വാസത്തെ ഞാൻ എതിർക്കുന്നുമില്ല, എല്ലാത്തിനോടും എനിക്ക് ബഹുമാനവുമാണ്. പക്ഷേ എന്റെ പൊന്നുമക്കളെ, 83,99,999 സ്പീഷീസ്, ഞാൻ കണക്കൊന്നുകൂടി പറയാം, 83,99,999 സ്പീഷീസ്. പട്ടി, പൂച്ച, ആന, ഉറുമ്പ്, പാറ്റ, കൊതുക്, കൊറോണ, ഇവർക്കൊന്നും കിട്ടാതെ പോയ ജന്മമാണ്, പുണ്യമാണ് എന്റെ മുമ്പിലിരിക്കുന്ന 100 ചില്ലാനം നിങ്ങളും ഞാൻ. യു അഗ്രി ഓർ നോട്ട്? യു അഗ്രി ഓർ നോട്ട്? അഗ്രി എന്ന് വെച്ചാൽ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും ഞാനും ഭൂമിയിൽ ഒറ്റ തവണ മാത്രം ദൈവാനുഗ്രഹം കൊണ്ട് മനുഷ്യനായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാ. ഒറ്റ മനുഷ്യനായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാ. നമുക്ക് ചുറ്റുമുള്ള പട്ടിയും പൂച്ചയും ആനയും ഉറുമ്പും ഒക്കെ നമ്മളെ നോക്കി കൊതിക്കുന്നുണ്ട് ഒരിക്കലെങ്കിലും നമ്മളെപ്പോലെ ആകാൻ, നമ്മളെപ്പോലെ ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ. പക്ഷെ അവർക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. മാത്രമല്ല, ഈ നമ്മൾ ഇരിക്കുന്ന നമ്മളൊക്കെ, നിങ്ങളുടെയൊക്കെ വയസ്സ് 15 16 ആണ്. ഞാൻ പറഞ്ഞാൽ എന്റെ വയസ്സ് 56. ഏത് നിമിഷവും പ്രായമൊന്നും കണക്കില്ല. ഒരു വണ്ടി ഇടിച്ച് ചാവാനുള്ളതേ നമ്മളൊക്കെ ഉള്ളൂ. ഒരു പനി വന്നാൽ തീരാവുന്നതേ നമ്മളൊക്കെ ഉള്ളൂ. അങ്ങോട്ട് പോയ പ്രാണൻ ഇങ്ങോട്ട് പോന്നില്ലെങ്കിൽ നമ്മളൊക്കെ വെള്ളത്തുണിയിൽ മൂടും. മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ഒരു സെക്കൻഡ് നിശ്ചലമായാൽ നമ്മളൊക്കെ തീരും. പിന്നീട് ഒരിക്കലും ഈ സുന്ദരമായ ഭൂമിയിൽ നമ്മളില്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ആലോചിച്ച് നോക്കുക, എന്തൊരു ഭാഗ്യമാണ്. പക്ഷെ എന്നെ ഏറ്റവും എന്റെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയാം? ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് അത്ഭുതപ്പെടുത്തുക. എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇതാണ് സത്യം എന്നിരിക്കെ എന്തുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തിനൊരു മൂല്യം കൽപ്പിക്കുന്നില്ല? ഈ ജീവിതത്തിനൊരു മൂല്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ മയക്കുമരുന്ന് കുത്താൻ പോകും, നമ്മളൊക്കെ കഞ്ചാവ് വലിക്കാൻ പോകും, നമ്മളൊക്കെ ആത്മഹത്യ ചെയ്യും.
ഈ കഴിഞ്ഞ ആഴ്ച 2 പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. ആ 2 പെൺകുട്ടികളെ ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നു. ആലോചിച്ച് നോക്ക്, എന്റെ 35 കൊല്ലത്തെ ജീവിത അനുഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് 35 ജന്മം വേണമെന്ന് കേൾക്കണമെങ്കിൽ. 3 ദിവസം മുമ്പ് എനിക്കൊരു കോള് വരികയാണ്. രാവിലെ ഞാൻ ഓഫീസിൽ ഇരിക്കുന്നു, ഒരു അമ്മയാണ് വിളിക്കുന്നത്. ഞാൻ ഫോൺ എടുത്തു, എനിക്ക് നമ്പറൊന്നും പരിചയമില്ല. ഞാൻ എല്ലാവരുടെയും നമ്പർ ഫീഡ് വെക്കാറില്ല. ഞാൻ എടുത്തു, എല്ലാവരോട് ചോദിച്ചു, സുരേഷ് സാറല്ലേ? ഞാൻ പറഞ്ഞു അതെ. പിന്നെ ഒരൊറ്റ കരച്ചിൽ. എന്നെ വിളിക്കുന്നവർ മുഴുവൻ കരഞ്ഞുകൊണ്ടാണ് വിളിക്കുക. കാരണം എന്നെ വിളിക്കുന്നത് ആരാന്നറിയാം? ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ബാക്കിയില്ലാത്തവർ, മരണമല്ലാതെ ഇനി ഒന്നും മുന്നിൽ അവശേഷിക്കാത്തവരാണ് എന്നെ ഇത്രയും കാലം വിളിച്ചിട്ടുള്ളത്. അല്ലാണ്ട് 2 കോടി ലോട്ടറി അടിച്ചാൽ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വിളിക്കും നിങ്ങളെപ്പോലുള്ള കുട്ടികൾ. സാർ, ഞാനിപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞു, ഞാനിപ്പോ +2 കഴിഞ്ഞു, അല്ലെങ്കിൽ +2 പഠിക്കുന്നു, ഡിഗ്രിക്ക് പഠിക്കുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ ഏത് കോഴ്സ് പഠിച്ചാൽ നന്നാവും? എനിക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണ് നന്നാവുക? എന്റെ ഉള്ളിലുള്ളത് എന്താണ്? ഞാൻ ആരായി കാണാനാണ് നന്നാവുക? ഇതറിയാത്തൊരു സൊസൈറ്റിയാണ് നിങ്ങളെപ്പോലുള്ളത്. അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കലാണ് എന്റെ ജോലി. ഞാനതിൽ 4 വർഷം ഗവേഷണം ചെയ്ത ഒരാളാണ്. ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോ കുട്ടിയുടെ അകത്തിരിക്കുന്നത് ആരാണ്? ഭാവിയിലെ ഡോക്ടറാണോ? ഭാവിയിലെ IAS കാരനാണോ? ഭാവിയിലെ സയന്റിസ്റ്റ് ആണോ? ഭാവിയിലെ ഒരു രാജ്യത്തെ നയിക്കേണ്ട നേതാവാണോ? അല്ല നല്ലൊരു സ്പോർട്സ്മാൻ ആണോ? അതൊന്നും അല്ല, നല്ലൊരു ബിസിനസ്സുകാരനാണോ? സ്വന്തമായി സംരംഭം തുടങ്ങുന്ന ആളാണോ? അതൊരു നല്ല നഴ്സാണോ? അല്ലെങ്കിൽ നല്ലൊരു പാരാമെഡിക് ആണോ? ആരാണ് നിങ്ങൾ? എവിടെ പോയാലാണ് നിങ്ങളൊക്കെ ജീവിതത്തിൽ വിജയിക്കുക? എവിടെ പോയാലാണ് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ അച്ഛനമ്മമാർ അഭിമാനിക്കുക? എവിടെ എത്തിയാലാണ് നിങ്ങളെ കുറിച്ച് ഒരു സമൂഹം അഭിമാനത്തോടെ നോക്കി കാണുക എന്ന് കണ്ടെത്താൻ ഇന്ന് ലോകത്തിൽ ഞാൻ സംസാരിക്കുന്ന ഇന്ത്യയിലല്ല, ഇന്ന് ലോകത്തിൽ ഏറ്റവും ആധുനികമായ ടെക്നോളജി സ്വന്തമായി 4.5 വർഷം കൊണ്ട് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച ഒരാളുടെ മുമ്പിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ എന്നെ വിളിക്കും. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താ അമ്മ സങ്കടത്തോട് വിളിക്കുന്നത്? എന്ത് പറ്റി? അപ്പൊ എന്നോട് പറഞ്ഞു, മോള് പോയി സാർ. ഞാൻ ചോദിച്ചു, എന്തായി പറയണെന്ന് ചോദിച്ചു. അവള് കഴിഞ്ഞ ആഴ്ച പോയി സാർ. അപ്പൊ ഞാൻ ഓർത്തു, ഏതാണ്ട് ഒരു കൊല്ലം മുമ്പാണ് അവരെന്നെ കാണാൻ വന്നത്. ഒരു പെൺകുട്ടി. അന്ന് ഞാൻ ചില ഉപദേശമൊക്കെ കൊടുത്തു വിട്ടു, ഉപദേശിക്കാൻ പാടില്ലെങ്കിലും. അവളുടെ പോക്ക് ശരിയല്ല. IETHSS 25 വർഷങ്ങൾ മികവിൻ്റെ പാതയിൽ. വിദ്യാഭ്യാസത്തിലും ആധികാരികതയിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന IETHSS വിദ്യാർത്ഥികളെ ഉജ്ജ്വലമായ ഭാവിയിലേക്ക് കൈപിടിച്ചു നടത്താൻ സമർപ്പിതമാണ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ തികഞ്ഞ അച്ചടക്കവും ആധുനിക പഠന സൗകര്യങ്ങളും മൂല്യാധിഷ്ഠിത പഠന രീതികളും സംയോജിപ്പിച്ച് മികവുറ്റ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. AI അധിഷ്ഠിത കമ്പ്യൂട്ടർ ലാബ്, സ്കൂൾ ആൻഡ് മദ്രസ സമന്വിത വിദ്യാഭ്യാസം, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, സമ്പന്നമായ ലൈബ്രറി, വിശാലമായ പ്ലേ ഗ്രൗണ്ട്, ഫുട്ബോൾ ടർഫ്, ബാഡ്മിൻ്റൺ കോർട്ട്, ക്രിക്കറ്റ് നെറ്റ്സ്, ചിൽഡ്രൻസ് പാർക്ക് ഇവയെല്ലാം IET സ്കൂളിനെ ഒരു സവിശേഷ പഠന കേന്ദ്രമാക്കുന്നു. വ്യക്തിഗത പഠന പിന്തുണ, സ്കോളർഷിപ്പ് പരീക്ഷകൾ, കലാ കായിക രംഗങ്ങളിൽ ശക്തമായ പങ്കാളിത്തം, സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC യൂണിറ്റുകൾ, ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ്. IETHSS നിങ്ങളുടെ ഭാവി ഇവിടെ ആരംഭിക്കുക.